അടുത്തിടെ സമാപിച്ച ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025 യമഹ ഇന്ത്യ മികച്ച പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. YZR-M1 ആർ സീരീസിലെ R15, R3, R7, MT ശ്രേണിയിലെ MT15, MT03, MT09 എന്നിവയുടെ രൂപത്തിൽ യമഹയുടെ ചില ഐതിഹാസിക ഉൽപ്പന്നങ്ങൾ ഇവന്റിൽ പ്രദർശിപ്പിച്ചിരുന്നു. ഇന്ത്യയിൽ ഇനി അവതരിപ്പിക്കാൻ പോകുന്ന യമഹ ബൈക്കുകളെ പരിചയപ്പെടാം. 2025 യമഹ MT03. 2024 ഡിസംബറിൽ പുതുക്കിയ MT03യുടെ ആഗോള പ്രീമിയർ ഉണ്ടായിരുന്നു. 2025 യമഹ MT03 ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ അനാച്ഛാദനം ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും കാണാൻ സാധിച്ചില്ല. നേക്കഡ് സ്ട്രീറ്റ് ഫൈറ്ററിന്റെ ഏറ്റവും പുതിയ പതിപ്പ് പുതിയ കളർ ഓപ്ഷനുകളുടെയും പുതിയ ഫീച്ചറുകളുടെയും രൂപത്തിൽ ചെറിയ അപ്ഡേറ്റുകളോടെയാണ് വരുന്നത്. ബോഡിയിൽ നീലവരകളുള്ള വെളുത്ത നിറമുള്ള ഐസ്റ്റോം പെയിന്റ് സ്കീമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ടേൺ ബൈ ടേൺ നാവിഗേഷനുമുള്ള ആധുനിക LCD ഇൻസ്ട്രുമെന്റ് കൺസോളും പുതിയ ബൈക്കിലുണ്ട്. സ്റ്റാൻഡേർഡ് ഫിറ്റ്മെന്റായി അസിസ്റ്റന്റ് സ്ലിപ്പ് ക്ലച്ച് ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 2025 യമഹ R3. ആഗോളതലത്തിൽ 2024 ഒക്ടോബറിൽ അനാച്ഛാദനം ചെയ്ത 2025 യമഹ R3 ഈ വർഷം പകുതിയോടെ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബ്രാൻഡിന്റെ വലിയ മോട്ടോർ സൈക്കിളായ YZF-R9 നിന്നാണ് ഇത് സ്റ്റൈലിംഗ് ഘടകങ്ങൾ കടമെടുത്തിരിക്കുന്നത്. ടീം യമഹ ബ്ലൂ, മാറ്റ് സ്റ്റെൽത്ത് ബ്ലാക്ക് എന്നീ രണ്ട് സിംഗിൾ ടോൺ നിറങ്ങളിലാണ് ഫുൾ ഫെയർഡ് സ്പോർട്സ് ബൈക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഒരു ഡ്യുവൽ ടോൺ പെയിന്റ് ഓപ്ഷനും ലൂണാർ വൈറ്റ് പ്ലസ് നെബുല ബ്ലൂ രൂപത്തിലും ലഭ്യമാണ്. 2025 R3യിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കോളുകൾക്കും ടെക്സ്റ്റ് മെസ്സേജുകൾക്കുമുള്ള അലേർട്ടുകളോട് കൂടിയ ഒരു പുതിയ LCD ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മെക്കാനിക്കൽ വശങ്ങൾ നോക്കുകയാണെങ്കിൽ 321cc പാരലൽ ട്വിൻ എഞ്ചിൻ ഉപയോഗിക്കുന്നത് മാറ്റമില്ലാതെ തുടരുന്നു. ഇത് 41.4 bhp കരുത്തും 29.5 Nm പീക്ക് ടോർക്കും പുറപ്പെടുവിക്കുന്നു. അടുത്തത് യമഹ R7 ആണ്. 2025 അവസാനത്തോടെ ആഭ്യന്തര വിപണിയിൽ അവതരിപ്പിക്കാൻ യമഹ ഇന്ത്യ ഉദ്ദേശിക്കുന്ന നിരവധി വലിയ ബൈക്കുകളിൽ ഒന്നാണ് R7. R9ൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന യമഹ R7ന് ട്രയംഫ് ഡേറ്റോണ 660, ഹോണ്ട CBR 650R എന്നിവ എതിരാളികളാകും. സ്ലിപ്പർ ക്ലച്ച്, ഡ്യുവൽ ചാനൽ ABS, ക്വിക്ക് ഷിഫ്റ്റർ, ഡ്യുവൽ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. 689cc ട്വിൻ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ബൈക്കിന് കരുത്തേകുന്നത്. ഇത് 8750 RPMൽ പരമാവധി 73 bhp കരുത്തും 6500 RPMൽ 67 Nm പീക്ക് ടോർക്കും പുറപ്പെടുവിക്കുന്നു. അതേസമയം ഇത് 6 സ്പീഡ് ട്രാൻസ്മിഷനുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അടുത്തത് യമഹ MT09 ആണ്. ഇന്ത്യൻ വാഹന പ്രേമികൾക്കായി 2025 ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ MT09 പ്രദർശിപ്പിച്ചിരുന്നു. ഈ വർഷം ജൂൺ ജൂലൈ മാസങ്ങളിലായി ബൈക്കിന്റെ ബുക്കിംഗ് ആരംഭിക്കുമെന്നും ഇത് CBU ആയി റീറ്റെയിൽ ചെയ്യുന്നതിനാൽ കമ്പനിക്ക് ലഭിക്കുന്ന സ്ഥിരീകരിച്ച ബുക്കിംഗുകളുടെ അടിസ്ഥാനത്തിൽ ഓർഡറുകൾ നൽകുമെന്നും അറിയിച്ചിരിക്കുകയാണ്. 2 മാസത്തെ ബുക്കിംഗുകൾക്ക് ശേഷം ഡെലിവറികൾ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 890cc 3 സിലിണ്ടർ CP3 എഞ്ചിനിലാണ് യമഹ MT09 വരുന്നത്. ഇത് 117 bhp പവർ ഔട്ട്പുട്ടും 93 Nm ടോർക്കും പുറപ്പെടുവിക്കുന്നു. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനുമായി എഞ്ചിൻ ബന്ധിപ്പിച്ചിരിക്കുന്നു. അതേസമയം YAMT ഓട്ടോമാറ്റിക് യൂണിറ്റും ലഭിക്കും. ട്രയംഫ് സ്ട്രീറ്റ് RRR, കവാസാക്കി C900 എന്നിവയുമായിട്ടായിരിക്കും മോഡൽ മത്സരിക്കുക.